വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നൊരു കുഞ്ഞനെ എലിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൈക്രോപെറ്റ്സിനെ ഫീഡ് ചെയ്യണം, അത് അലിഗേറ്റർകാരന് ഫീഡ് ചെയ്യണം, കൺഫ്യൂഷനിലാണ്. പൂച്ച പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. നമ്മൾ പൂച്ചയാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഹണ്ടർ. കഴിഞ്ഞ ദിവസം ഒരു കുളക്കോഴിനെ പിടിച്ചു കൊണ്ടുപോകുന്നായിരുന്നു. അപ്പോൾ നമ്മളിതുപോലെ മീനുകൾക്ക് തന്നെ കൊടുത്തു. അത് കൊന്നാൻ കൊണ്ടുപോകുന്നത് കേട്ടോ. പക്ഷേ എലിക്ക് ജീവനുണ്ട്, എലി ലൈവാണ്. ഇമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാരിറ്റി വിഷ്വൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കാം. ഇതാണ് ആൾ. സംഭവമൊക്കെ ശരിയാണ്, നമ്മൾ എലിനെ പിടിക്കണ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കതൊരു മനസ്സ് വരുന്നില്ല ഗൈസ്. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർ ഇതിൽ പെട്ടെന്നടിക്കും. മൈക്രോപെറ്റ്സ് പാവ പുല്ല് എലിയായിട്ട് തോന്നുന്നു. നമുക്ക് ഇവനെ വിട്ടയച്ചാൽ കാര്യം ചെയ്യാം. കുഞ്ഞായതുകൊണ്ട് പോകുമ്പോൾ സർവൈവ് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ ഇന്നത്തേക്കൊരു നല്ല പ്രവൃത്തി ചെയ്യാൻ നമ്മൾ പൊതുവെ ലൈവ് കൊടുക്കുന്നത് വളരെ കുറവാണ്. ഇത് നമുക്ക് ഈ തടി എടുക്കറില്ല. നമ്മൾ എലിനെ കൊടുത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് മീൻ വാങ്ങി കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ മീനിനെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ നമുക്ക് ഫീഡ് ചെയ്യണം നമ്മുടെ ഹൈബ്രിഡ് ഷോൾനോസാണേ. അത് കഴിഞ്ഞ് ഹാൻഡ് ഫീഡ് എടുക്കുന്നത് വല്ലപ്പോഴാണ്. പിന്നെ നമ്മുടെ റെഡ് ടൈലിന് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സ്ഥിരം നമ്മുടെ ഓസ്കാർ ചാടി നമ്മുടെ കൈ കടിക്കാൻ ശ്രമിച്ചു. അവന് പതിവാണ്, അവൻ്റെ കൈ കിട്ടിയാലും അവന് ചില സമയത്ത് ചാടി കടിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം കളിപ്പിച്ചിട്ടാണ് റെഡ് ടൈൽ കൊടുക്കുക, എങ്കിലേ അവരെ ആക്റ്റീവ് ആകത്തുള്ളൂ. അവനത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യെല്ലോ സെൻറ്ററത്തിന് നമ്മൾ കൊടുത്തു. ഒരു ഫിഷല്ല കേട്ടോ കൊടുത്തത്, അതിൻ്റെ ഒരു ഫിഷിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളൂ കൊടുത്തത്. യെല്ലോ സെൻറ്ററും സ്ലോ മോഷൻ എടുത്തുകൊണ്ട് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവൻ്റെ കണ്ണൊക്കെ ഉണ്ട് ഗൈസ്, ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് വന്നിരിക്കുന്നുണ്ട് കണ്ണിന് ചുറ്റിനും. നമുക്ക് 2 പേരുണ്ട്, 2 യെല്ലോ സെൻറ്ററുണ്ട്. 2 പേരും ഒരേ പ്രായക്കാരാണ്, ഒരുമിച്ചെടുത്തതാണ്. 2 പേർക്ക് നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. വേണ്ട ഓക്കെ. വേണ്ട വേണ്ടേ, മതിയാ. ഇവർക്ക് ഫുഡ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരിങ്ങനെ ഗൈസ്. ഉമ്മാർ നമ്മൾ വിളിച്ചാൽ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ്റെ മേലിൽ പിടിച്ച് നോക്കാം. ഹായ് 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 ഹായ്. ഇതുണ്ടോ കടിക്കാമെന്നുണ്ടോ ഗൈസ്? എടാ ഇതുണ്ടോ, നമുക്ക് അവനെ പിടിക്കുകയൊക്കെ ചെയ്യാം. എടാ ഇത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്നേക്ക് കിഡ്സിനെ വേറെ കിട്ടത്തില്ല ഗൈസ്. പക്ഷേ അതുപോലെ കട്ടി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കയ്യിലിരിക്കും. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോണത്. അത്യാവശ്യം കേൾക്കുന്നത് ഇഷ്ടപ്പെട്ട മീനാണ്. വലിയ താല്പര്യമില്ല. വളരെ അങ്ങനെ ഒറ്റ ബൈറ്റിനാവും വാങ്ങിയെടുത്തതിന്. ബാ ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇനിയാണ് ഗൈസ് നമ്മൾ കൂട്ടത്തിലെ കൊമ്പന് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഗോൾഡൻ മൈക്രോപെറ്റ്സ്. ഇവനെ കൃത്യമായിട്ട് വിഷ്വൽസ് എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ വെള്ളത്തിൽ എപ്പോഴും ആൽഗെ കൂടുതലാണ്. ഇവനെ അക്വറിയത്തിലായിട്ടിരിക്കുന്നത്, പുറത്താണ് അക്വറിയം ഇരിക്കുന്നത്. അതാണ് ഇത്ര ആൽഗെ ഫോർമേഷൻ ഉള്ളത്. നമുക്കൊരു ദിവസം നല്ല രീതിയിൽ തന്നെ കാണിച്ചു തരാം. ഇവൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ ഇഞ്ചറി വരുന്നുണ്ട് ചുണ്ടിൻ്റെ പോർഷനിൽ. കഴിഞ്ഞ ദിവസം ടാങ്കിലേക്ക് നിന്ന് അക്വറിയത്തിലേക്ക് മാറ്റിയപ്പോഴത്തേക്ക് സംഭവിച്ചതാണ്. അത് ഉണങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ പൂച്ച ഒരു കുളക്കോഴി പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിനെ കൊന്നാൻ കൊണ്ടുവന്നു കേട്ടോ. അത് നമ്മൾ തന്നെ അപ്പം തന്നെ ഡ്രസ്സ് ചെയ്ത് സെറ്റാക്കി നമുക്ക് നമ്മുടെ ഫിഷസിനും എല്ലാത്തിനും കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിടിച്ചിട്ട് വന്നത് ഈ പുള്ളിക്കാരനാണ്. ഇവനൊരു
അണ്ടർ റേറ്റഡ് പക്ഷിപിടുത്തക്കാരനാണ് ഇവൻ. നമ്മുടെ ഒരു പഴയ വീഡിയോ ഉണ്ട്, ഒരു ഓലമഞ്ചലിനെ പിടിച്ചിട്ട് വന്ന വീഡിയോ ഉണ്ട്, അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവനാണ് അതിനെയും പിടിച്ചിട്ട് വന്നത്. പക്ഷേ അതിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചായിരുന്നു. കുളക്കോഴിനെ നമ്മൾ കണ്ടില്ല പിടിക്കുന്നത്. നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവനെ കൊന്നുകൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു കുളക്കോഴിനെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഇതാണ്, കുഴിച്ചിടുന്നതിനേക്കാളും നല്ലത് കട്ട് നമ്മുടെ മീനുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ മൈക്രോ പെല്ലറ്റ്സിനാണ് ആദ്യം കൊടുക്കാൻ വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ എടുക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗോൾഡൻ മൈക്രോയ്ക്ക് കൊടുത്ത് നോക്കാം. അവൻ ഇത് കാണിച്ചപ്പോൾ തന്നെ എന്തോന്ന് സംഭവം എന്ന് അറിയാൻ പാടില്ലെങ്കിൽ പോലും പുള്ളി ഭയങ്കര അഗ്രഷനിൽ നിൽക്കുവാണ്. നമ്മളിട്ട് കൊടുക്കുമ്പോൾ ഇവൻ കഴിക്കേണ്ട വീഡിയോസിൻ്റെ വിഷ്വൽസ് കിട്ടാൻ ഭയങ്കര പാടാണ് ഗൈസ്. കാരണം വേറൊന്നുമല്ല, വെള്ളം ഭയങ്കര ആൽഗെ ഫോർമേഷനാണ്. അതുകൊണ്ട് തന്നെ എങ്കിലും നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ നമ്മൾ അവനെ മാക്സിമം അക്വറത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫീഡ് കൊടുക്കുന്നത് ടോപ്പിലായതുകൊണ്ട് എടുക്കുന്നത് കാണാൻ പറ്റത്തില്ല. എങ്കിലും നമ്മളതൊന്ന് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് മേടിച്ചിട്ടുണ്ട്. പക്ഷേ അത് കണ്ടേ മനസ്സിലാകത്തില്ല നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയങ്ങളെല്ലാം പുറത്തേക്കുണ്ട്, എല്ലാത്തിലും ആൽഗേസാണ്. നല്ലപോലെ നമുക്ക് മുകളിലുള്ള ടോപ്പ് വ്യൂവിൽ അത്യാവശ്യം നമ്മുടെ മൈക്രോ പെൽസാണ്. ഇത് നോർമൽ മൈക്രോ പെൽസാണ്. ഇതിന് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫീഡ് കൊടുക്കാൻ കിട്ടിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ മൈക്രോ പെൽസ്. നമ്മൾ ഇപ്പോൾ ഏകദേശം 1 feet ആയിട്ടുണ്ട്. ഈ ടൈമിലാണ് ഇവർ ഇത്ര അഗ്രസീവാണ്. ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് ഇവർ ഒരുമിച്ചിടാൻ സാധിക്കത്തില്ല. കാരണം ഇവർ നല്ല രീതിയിൽ ഫൈറ്റ് അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിപ്പോൾ എത്ര ഫുഡ് കൊടുത്തെന്ന് പറഞ്ഞാലും ഫൈറ്റ് അടിക്കും. നമ്മൾ ഇട്ട് കൊടുത്തത് കിട്ടിയിട്ടില്ല കേട്ടോ. ആ വിഷ്വൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. അവരുടെ അഗ്രഷൻ കണ്ടില്ലേ, അവർ ഭയങ്കര അഗ്രസീവായിട്ടാണ് നിൽക്കുന്നത്. ഇവരെ നമുക്ക് മെയിനായിട്ട് വളർത്തണമെങ്കിൽ ഒറ്റ ഒരെണ്ണത്തിനെ വാങ്ങി ടാങ്കിലിട്ട് അല്ലെങ്കിൽ അക്വറത്തിലിട്ട് വളർത്താം. ഇല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് വാങ്ങിയിട്ട് പോണ്ടിലിട്ട് വളർത്താം. അല്ലാണ്ട് നാച്ചുറൽ പോണ്ടിലിട്ട് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ കണക്ട് ചെയ്ത് പുറത്തേക്കൊക്കെ പൊക്കഴിഞ്ഞാൽ നമ്മുടെ എക്കോസിസ്റ്റത്തിന് ടോട്ടൽ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആരും നാച്ചുറൽ പോണ്ടിലൊക്കെ ഇടുമ്പോഴത്തേക്കും കണക്ഷൻ ഉണ്ടെങ്കിൽ ഇടരുത്. പരമാവധി അവർ പുറത്തേക്ക് ചാടി പോത്തില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇടാവുള്ളൂ. നമ്മുടെ ഇവൻ്റെ ഒരു 1.5 feet സൈസുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ നമുക്ക് കൊടുത്തു. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇട്ടേച്ചൊരു കമ്മ്യൂണിറ്റി ടാങ്കിലാണ്, ഒരു മണൽവാഗൻ ഇട്ടേച്ചൊരു അക്വറത്തിലാണ് ഇട്ടേച്ചത്. മണൽവാഗി അരോണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവത്തി കിടന്ന് വെച്ചാൽ മണൽവാഗേനെ ഇവർ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തു. ടെയിലൊക്കെ ബൈറ്റ് ചെയ്ത് സീനാക്കി ലാസ്റ്റ് അതിനെ രക്ഷപ്പെടുത്തിയെടുത്തത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇവനെ ഇടാൻ സ്ഥലമില്ലാണ്ട് വന്നപ്പോൾ നമ്മൾ കൊടുത്തതാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ യെല്ലോസിൻ്റെ അടുത്ത് നമ്മൾ കുളക്കോഴിയുടെ മീറ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തോ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത് മനസ്സിലായി. അതാണ് അത്ര ക്യൂരിയസ് ആയിട്ട് കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവർക്ക് ഡെയിലി ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സത്യം പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റെഡ് ടൈൽസ് ആണെങ്കിൽ പോലും ഇവർക്കൊക്കെ ഡൈജഷൻ പ്രോബ്ലം ഒരുപാടായിട്ട് വരുന്നതാണ്. ഇവർ നാച്ചുറൽ ഹാബിറ്ററ്റിലാണെങ്കിൽ ഇവർക്ക് നല്ലപോലെ നീന്തി കിടന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതിലുള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവർക്ക് ഫീഡ് ചെയ്യുമ്പോൾ 1-2 ഇല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരിക്കലും ഫീഡ് ചെയ്താൽ മതി. ചെറുതിലെ മാത്രം നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. എന്നാലും ഗ്യാപ്പ് ഒരു ദിവസം കിട്ടണത് വളരെ നല്ലതായിരിക്കും. വീക്ക്ലി 2 എങ്കിലും ഗ്യാപ്പ് ഇടണത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മെയിനായിട്ട് ഇവരുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുക. അതുപോലെയാണ് ഇവരെ ആക്റ്റീവ് ആകാനും ഹെൽപ്പ് ചെയ്യുക നമ്മൾ നല്ലപോലെ. ഇല്ലെങ്കിൽ നമ്മൾ ഇവരെ ഫുഡ് കൊടുത്ത് മടിയന്മാരാക്കും. നല്ലപോലെ തടിച്ച് ഫാറ്റ് കയറി ഭയങ്കര രീതി ബോഡിയൊക്കെ ഭയങ്കര ലേസി ആവും. ഇവർക്ക് ഹണ്ട് ചെയ്യാനുള്ളത് കഴിവ് പോവും. അപ്പോൾ ലൈവ് എടുക്കാൻ വേണ്ടി ചാൻസ് കുറയും. അപ്പം അങ്ങനെ പിന്നെ ഒരുപാട് പേര് എൻ്റെ പ്ലാറ്റിനം റെട്ടയിൽ ഡെഡായി പോയപ്പോഴത്തേക്കും കമൻറ്റ് ചെയ്തായിരുന്നു, ഓക്സിജൻ ഇല്ല, ഫിൽട്രേഷൻ കൊടുക്കാത്ത കൊണ്ടുള്ള പ്രോപ്പറായിട്ടെന്നൊക്കെ. സംഭവം ശരിയാണ്, ഓക്സിജൻ ഫിൽട്രേഷൻ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ മീൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട് പണി നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ വയറ് വലിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓക്സിജൻ ഫിൽട്രേഷൻ കൊടുക്കുക. പക്ഷേ എങ്കിൽ പോലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ 2 ഉദാഹരണങ്ങളായി കിടക്കുന്നത് റെട്ടയിലും ഹൈബ്രിഡ് ഷെവൽനോസും. ഇവരെ ഞാൻ ഒരു പ്രാവശ്യം പോലും ഓക്സിജനോ അല്ലെങ്കിൽ ചെറുതിലെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ വീടുണ്ടായിരുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്സിജനൊക്കെ. അതിനുശേഷം നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ഫുള്ള് ഓക്സിജനോ ഫിൽട്രേഷനോ ഒന്നും ഇല്ലാണ്ടാണ്. ഇവരുടെ വാട്ടർ ക്വാളിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓവർ ഫീഡ് ചെയ്യാണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വളർത്തുന്നുണ്ടെങ്കിൽ ലോ മെയിൻ്റെനൻസ് നിങ്ങൾക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാം. ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല. അത്യാവശ്യം വളർത്തിയെടുക്കുന്ന അത്ര ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വളർത്തിയെടുക്കാമെന്ന് ഞാൻ പറയുന്നത്. പ്രോപ്പറായിട്ട് ഇവരെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിജൻ ഫിൽട്രേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ ചെറുതിലെ ഒരു പരിധി വരെ റേസ് ചെയ്ത് കൊണ്ടുവന്നത് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് വരെ റേസ് ചെയ്ത് കൊണ്ടുവന്നത് ഓക്സിജൻ ഫിൽട്രേഷൻ കൊടുത്തതാണ്. പക്ഷേ അതല്ലാണ്ട് നമുക്ക് വളർത്തിയെടുക്കാം. ഒരുപാട് കൺജസ്റ്റഡായിട്ട് ഫിഷിന് ഇടാണ്ട്
ഒരു ടാങ്കിൽ ഒരു ഫിഷ് എന്ന രീതിയിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ വളർത്തുവാണെങ്കിൽ ഓക്സിജൻ്റെ ആവശ്യമില്ല. അതുപോലെ ഓവർ ഫീഡ് ചെയ്തില്ലെങ്കിലും ഓക്സിജൻ്റെ ആവശ്യമില്ല. ഫിൽട്രേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓവർ ഫീഡ് കൊടുത്ത് വോമിറ്റിംഗ് ടെൻഡൻസി ഒഴിവാക്കാം മീനുകളുടെ. അതുപോലെ തന്നെ എന്തെങ്കിലും വേസ്റ്റ് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ സക്ഷൻ ചെയ്ത് നമുക്ക് കളയാം. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ഇവരെ ആദ്യം വിട്ടേച്ചത് നമ്മുടെ വീടിന് നിൽക്കുന്നത് ചക്രത്തിലാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഫിൽട്രേഷൻ ഒക്കെ ആഡ് ചെയ്ത് വലിയൊരു സ്പേസിൽ ഇവർ ഇട്ടേച്ചത് പീക്കോക്ക് ബാസും അതുപോലെ ആൽബിനോ വരണവും ഒക്കെ ഉണ്ടായിരുന്നു. വീട് പൊളിക്കുന്ന സാഹചര്യം വന്നപ്പോൾ നമുക്ക് ഇവരെയൊക്കെ പുറത്തേക്ക് മാറ്റേണ്ടി വന്നു. ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി വഴിയില്ല. അങ്ങനെ കുറേ ഫിഷ് ഡെഡായിപ്പോയി. നമ്മുടെ ആൽബിനോ വരണം ഡെഡായിപ്പോയി, പീക്കോക്ക് ബാസ് ഡെഡായിപ്പോയി. അതുപോലെ റെട്ടയിൽ നമ്മുടെ കയ്യിൽ 3-4 പീസ് ഉണ്ടായിരുന്നു. അതിൽ 2 പീസ് ഡെഡായിപ്പോയി. 2 നമ്മൾ സർവൈവ് ചെയ്ത് ഫിഷ് എടുത്തു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഫീൽഡിനോട് നമുക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് നിർത്തത്തില്ല. അപ്പോൾ അത്ര ഇഷ്ടമാണ്. ഈ ഒരു സൈസ് വരെ നമ്മൾ ഇവരെ ഫിൽട്രേഷൻ എയറേഷൻ കൊടുത്താൽ വളർത്തി കേട്ടോ. ഇത് നമ്മൾ വീട് പൊളിക്കുന്നത് തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഫിഷസ് എല്ലാം ആക്റ്റീവായിരുന്നു. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ അവരെല്ലാം സെറ്റായതിനെ ആക്വറുമായിട്ട് ഒരു നല്ല കിടിലൻ കമ്മ്യൂണിറ്റി ഒക്കെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. പക്ഷേ സാധിച്ചില്ല. ഇനിയും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണമെങ്കിൽ റെഡ് ടൈൽസിൻ്റെ അതുപോലെ പീക്കോക്ക് ബാസ്റ്റൊക്കെ മുന്നേ നമ്മൾ ഇട്ടതിൻ്റെ അത് 3 വാഗക്കുട്ടന്മാരെയാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു അരോണ ഉണ്ടായിരുന്നു. ഇവർ അടിപൊളിയായിട്ട് ടാഗി കിടന്ന് വെച്ചത്. പക്ഷേ സാഹചര്യങ്ങൾ കാരണം ഇവരെ നമുക്ക് മാറ്റേണ്ടി വന്നു. ഇവരൊക്കെ കുറച്ച് പേരെ സെയിൽ ചെയ്യേണ്ടി വന്നു. ഒരാൾ നമ്മൾ ഫോണിലേക്ക് റിലീസ് ചെയ്തു. ആരോണ ഡെഡായിപ്പോയി. വാഗ അറ്റാക്ക് ചെയ്തതാണ്. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും വിട്ടുകൊടുക്കത്തില്ല. കാരണം നമ്മൾ ഇതിനോട് അത്ര സ്നേഹമുണ്ട് നമുക്ക് ഈ ഒരു പരിപാടിയോട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ മെയിൻ്റെനൻസ് ആണെങ്കിൽ ഒരു മീൻ വളർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മേടിച്ചിടുക. സ്ഥലപരിമിതിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കരുത്. കാരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് വളർത്താൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നികത്താൻ ശ്രമിക്കുക. ഇപ്പോൾ അലിഗേറ്റർ കാരണം നമ്മുടെ കുളത്തിൽ കിടക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ട സമയത്ത് എവിടെ ഇടുമെന്ന് പോലും അറിയാൻ പാടില്ലായിരുന്നു. ചെറിയ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതൊക്കെ സാധിച്ചെടുക്കുക. നമ്മുടെ റെഡ് ടൈൽ ജെയിൻ ഗൗരിയാണ് നിൽക്കുന്നത് ഒരു പീസ് ഇടം. അതുപോലെ ഈ ഇതുപോലൊരു പാഷൻ ഇതുപോലത്തെ ഇഷ്ടമുള്ള ഒരാൾക്ക് ഡിപ്രഷൻ വരാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് വളർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മെൻ്റലി ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടും. നമ്മളിത് പോണ്ടിലേക്ക് ഇട്ടിരിക്കുന്ന മീനുകളെല്ലാം ഞാൻ ചെറുതിലേ വാങ്ങി വളർത്തി വലുതായിക്കൊണ്ടുവന്നു. എനിക്ക് നല്ല സമാധാനം കിട്ടും. നമ്മൾ ഇതിന് ഫീഡ് കൊടുക്കുക ചെയ്യുമ്പോൾ അവർ ഫീഡ് വന്ന് നിൽക്കണ കാണുമ്പോഴൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മീനിനെ വാങ്ങി ഇതുപോലെ ഇട്ട് വളർത്തി വലുതാക്കുക. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. അതുപോലെ നിങ്ങളുടെ സ്ട്രെസ്സും കുറഞ്ഞ് കിട്ടും. ഒരുപാട് പേര് പറയും മീനുകൾ വാങ്ങി ഇത്ര വിലക്ക് വാങ്ങിയിട്ട് ഒരു ചത്തുപോയ എന്ത് ചെയ്യും എന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കും. പക്ഷേ നമ്മളത് അങ്ങനെ ചിന്തിക്കാൻ പോകരുത്. നമുക്ക് അങ്ങനെ ആഗ്രഹമുള്ള ആൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല. നമ്മളൊരിക്കലും ഒരു മീനിനെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം വാങ്ങാറില്ല. അത് സാഹചര്യങ്ങൾ കൊണ്ട് ചത്തുപോകണതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും മറ്റുള്ളവരങ്ങനെ പറയുന്നത് നമ്മുടെ ഇഷ്ടം നമ്മൾ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോസിൽ. ബാക്കി വീഡിയോസ് തൊട്ട് ഞാൻ പുതിയ വരുന്നതാണ്. അപ്പോൾ ടിൽ ദെൻ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്.